മാസപ്പടി കേസിൽ കുരുക്കുമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാറിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. CMRL എക്സാലോജിക്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ ഉൾപ്പെടെ 3 CMRL ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷമാണ് ഇന്ന് CFOയെ ചോദ്യം ചെയ്യുന്നത്. രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട്. രേഷ്മ, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കൂടി. മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള കെ സുരേഷ് കുമാറിനെ ഇത് 2ാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 24 മണിക്കൂർ CFO ആയിട്ടുള്ള കെ സുരേഷ് കുമാറിനെയും IT ജീവനക്കാരെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമായിട്ടും CMRLന്റെ പണമിടപാട് സംബന്ധിച്ചുള്ള രേഖകൾ നേരത്തെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സുരേഷ് കുമാർ ഹാജരാക്കിയിരുന്നില്ല. ഇതടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ CMRലും അതോടൊപ്പം എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, ഇതൊക്കെ തന്നെയാണ് കെ സുരേഷ് കുമാറിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഇഡി അന്വേഷിച്ചറിയാനിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്തതിലൂടെ ഈ CMRലും എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, അതിന്റെ ഇൻവോയ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതിനോട് സഹകരിക്കാത്ത ഒരു സമീപനമായിരുന്നു ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയടക്കം വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും രേഖകളടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർ നടപടി എന്നോണമാണ് വീണ്ടും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടുള്ള സുരേഷ് കുമാറിനെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡി കടന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ നിലവിൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. 10:30 സുരേഷ് കുമാർ ഇഡി ഓഫീസിലെത്തിയത്. എന്തായാലും ഈ പ്രധാനമായിട്ടും എക്സലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ 1,72,00,000 ദുരൂഹതകൾ, അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ഒരു തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ വീണ വിജയനെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡിക്ക് കടക്കാനാകൂ. അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് മുഴുവൻ രേഖകളടക്കം CMRലും എക്സലോജിക്കും, അതോടൊപ്പം തന്നെ CMRലിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വിശദമായിട്ടുള്ള രേഖകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി ഉദ്യോഗസ്ഥരെ അടക്കം, അതായത് CMRലിന്റെ ഉദ്യോഗസ്ഥരെ അടക്കം ഇഡി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെയും CMRL ജീവനക്കാരുടെ മൊഴികൾ അത് വിലയിരുത്തിക്കൊണ്ടുമായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. എന്തായാലും കൊച്ചിയിലെ ഇഡി ഓഫീസിൽ CMRL CFO ആയിട്ടുള്ള സുരേഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും IT ജീവനക്കാരെ അടക്കം വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അനു. ശരി രേഷ്മ.